പുരുഷന് പല സ്ത്രീകളുമായി ബന്ധപ്പെടാം, പക്ഷേ സ്ത്രീ പല പുരുഷന്മാരുമായി ബന്ധപ്പെട്ടാൽ അവള് പ്രോസ്റ്റിറ്റ്യൂട്ട് ആവും. ഒരു ഉപഭോഗ വസ്തുവായിട്ട് മാത്രമാണ് നമ്മുടെ ചരിത്രങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കഥപുസ്തകങ്ങളിലെല്ലാം ഉള്ളത്, നമ്മൾ ഈ പറയുന്ന മതപുസ്തകങ്ങളിലെല്ലാം ഉള്ളത്. അപ്പം അതിൽ ഇങ്ങോട്ട് പോയി കാലം ഇങ്ങോട്ട് ഒരുപാട് മാറി അല്ലേ. കാലം ഇങ്ങോട്ട് മാറിയതിന് ശേഷം ഈ പറയുന്ന കാര്യം എത്ര പേരത് ഫോളോ ചെയ്യുന്നത് ഈ ഒരു റീസണിന്റെ പുറത്ത്. ഇപ്പൊ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളത്തേക്ക് ഇല്ല. പക്ഷേ അത് ഇത് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. അതായത് ശരിക്കും നമ്മളിപ്പോൾ ഈ ഫാമിലി ലൈഫിനെ കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ഫാമിലി ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ. കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അമേരിക്കൻസ് യൂറോപ്യൻസിനെയൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ശരിക്കും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 18 അല്ലെങ്കിൽ 20 വയസ്സ് വരെ തൻ്റെ കുഞ്ഞിനെ വളർത്തി അതിനൊരു ഗ്രാജുവേഷൻ ആകുന്ന ആ ഒരു കണ്ടീഷൻ കഴിഞ്ഞതിന് ശേഷം അവരുടെ ലോകത്തേക്ക് അവർ പോവുക. കാരണം ഗ്രാജുവേഷൻ കഴിയുമ്പോൾ അവൻ തന്നെ അവൻ പാർട്ട് ടൈം ആയിട്ട് ജോലിയൊക്കെ ചെയ്ത് അവൻ പഠിച്ച് അവൻ സ്വന്തമായിട്ട് അവനൊരു പാർട്ണറിനെയൊക്കെ കണ്ടെത്തി അപ്പൊ അതിന്റെ കല്യാണമാണ് ബുധനാഴ്ച കേട്ടോ വരണം എന്ന് പറയുന്ന ലെവലിലോട്ട് പിള്ളേർ മാറുന്നത് നമ്മൾ തെറ്റായിട്ട് കാണുക. ശരിയല്ലേ? അപ്പൊ ആ രീതിയിലേക്ക് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുക. കാരണം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ മൊബൈലിൽ ഈ ലോകം മുഴുവൻ നമ്മുടെ കയ്യിലിരിക്കുക, ഓരോ സ്ഥലങ്ങളിലെ കൾച്ചറുകൾ, രീതി. അപ്പൊ നമ്മളെപ്പോഴും ഈ മൂല്യങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന് പുറത്തേക്ക് പോകുന്നവരാണ് പുതിയ തലമുറ.